ഗുഡ് മോർണിംഗ്. അപ്പം പറയാമെന്ന് എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങി വണ്ടി അങ്ങ് താഴെയുള്ളേ, അപ്പോൾ അവിടം വരെ നടക്കണം. അപ്പോൾ പറയാമെന്ന് ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ഇവിടെയും സോഷ്യൽ മീഡിയകളിലെല്ലാം മെസ്സേജ് അയക്കുന്നുണ്ട്. ജോലിയുണ്ടോ. ശരി, നമ്മൾ ഒരു 2-3 കൊല്ലം മുന്നേ ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവരികയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ചില പേഴ്സണൽ കാര്യങ്ങളാൽ അതെല്ലാം നമ്മൾ നിർത്തുകയുണ്ടായി. കാരണം നമുക്ക് ഒരുപാട് റിജക്ഷൻസും കാര്യങ്ങളെല്ലാം കിട്ടിയപ്പോഴാണ് നമ്മളത് നിർത്തിയത്. ഇനിയിപ്പോൾ അത് വീണ്ടും തുടരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതാണ് പറഞ്ഞത്. അപ്പം ഇനി മാൾട്ടയ്ക്ക് പേപ്പർ വെക്കുന്നില്ല നമ്മൾ. പക്ഷേ മറ്റു കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടെങ്കിൽ അത് പറഞ്ഞു തരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പേപ്പർ ചെയ്യുന്നില്ല. ചെയ്തുകൊണ്ടിരുന്നതാണ്. നമുക്ക് ഏകദേശം 10-12 റിജക്ഷൻ ആയിരുന്നു. അല്ല, നമുക്ക് 8 റിജക്ഷനാണ് കിട്ടിയത്. അപ്പം അങ്ങനെയാണ് നമ്മൾ പേപ്പർ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത്. മുട്ടത്രയും വന്നു. ഇവിടുത്തെ കട തുറന്നു. അതെ, bye. Ciao. നമ്മുടെ
അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പം നമ്മൾ മാൾട്ടയ്ക്കുള്ള പേപ്പറുകളെല്ലാം നമ്മൾ നേരത്തെ നിർത്തിയതാണ്. ഇനിയിപ്പം അത് ചോദിച്ചിട്ട് ആര് വിളിച്ചാലും നമ്മൾ റീഓപ്പൺ ചെയ്യുന്നില്ല. കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് പലരിങ്ങനെ വിളിക്കുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ എന്നാൽ പിന്നെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതിൻ്റെ കാരണം അതാ പറയുന്നത്. അതാണ് ഈ റിജക്ഷൻ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വലിയ പാടാണ്. പിന്നെ രണ്ടാമത് ഇപ്പം പഴയ പോലെ അല്ല, ഇപ്പം 300 നിന്ന് ഇപ്പം 600 ഫീസുകളെല്ലാം ഉയർത്തി. അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉണ്ട്. ഈ റിസ്ക് എടുത്ത് നമ്മൾ ചെയ്തിട്ട് അവസാനം റിജക്ഷൻ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകും. സാമ്പത്തിക നഷ്ടം, അങ്ങനെയല്ല ധനനഷ്ടം, മാനഹാനി, ഇതെല്ലാമാണ് ഇതിൻ്റെ ബാക്കി പ്രതിഫലമായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉള്ള പോലെ പണിയെടുക്കുക. അതുകൂടാണ്ട് പിന്നെ നമ്മുടെ MG ബോട്ടിൽ കളക്ഷൻ ഉണ്ട്. ഇത് തന്നെ എനിക്ക് ഇപ്പം മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ കൂടത്ത് ഇനിയിപ്പോൾ പുതുതായിട്ടൊരു തലവേദനയും കൂടെ വലിച്ചു വെക്കേണ്ട ഒരു സാഹചര്യം എനിക്കില്ല ഇപ്പം നിലവിൽ. അത് നമുക്ക് നടപടിയാവുന്നൊരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് കൂട്ടുകാർ ഇത് മനസ്സിലാക്കുക. അപ്പം ഈ പിന്നെയും മെസ്സേജ് അയച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാവരും മറ്റേ ഫേസ്ബുക്ക് തപ്പി കണ്ടുപിടിക്കുന്നു, ഇൻസ്റ്റാഗ്രാം തപ്പി കണ്ടുപിടിക്കുന്നു, പിന്നെ വാട്സാപ്പ് തപ്പി കണ്ടുപിടിച്ചിട്ട് അത് ചോദിക്കുന്നത് അവിടെ വേക്കൻസി ഉണ്ടോ. ഇത് പറയാനായിട്ട് എന്നെ വിളിക്കണം എന്നൊരു കാരണമില്ല. എന്നെ വിളിക്കണ്ട അത് ചോദിക്കാൻ വേണ്ടിയായിട്ട്. കാരണം ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അതിപ്പം നമ്മൾ അറിയുന്നതല്ലേ, അല്ലെങ്കിൽ നാട്ടുകാരല്ലേ, കുടുംബക്കാരല്ലേ, ഇതൊന്നും ചോദിച്ചിട്ടൊന്നൊരു കാര്യമില്ല. നമ്മൾ ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ അതായത് മാൾട്ടയിലുള്ള കൂട്ടുകാർ ഞങ്ങൾക്കിപ്പം കുപ്പി ഒഴിവാക്കണം, കുപ്പി കൊടുക്കാറുണ്ട്, ഇങ്ങനത്തെ കേസിനൊക്കെ വിളിച്ചോ. ഇതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമുള്ളൂ. കാരണം നമ്മളിപ്പോൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നൊരു പ്രസ്ഥാനമാണ്. നമ്മളിപ്പോൾ തുടങ്ങിയൊരു പുതിയ പ്രസ്ഥാനമാണ് ഈ ആക്രി വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഓക്കെയാണ്. നമുക്കുള്ള സമയം പോലെ നമ്മളത് ചെയ്യുന്നുണ്ട്. അത് മുന്നോട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പോൾ ഷോപ്പിൽ വർക്കുണ്ട്, അതുകൂടാണ്ട് പിന്നെ ആക്രി വർക്ക്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പരിപാടി. അല്ലാണ്ട് ഈ പേപ്പറും പരിപാടിയും അതൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്യുന്നവരെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. കാരണം ഞാനൊരാളെ സജസ്റ്റ് ചെയ്ത് ആൾ ഫേക്കായി അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ആളെ കണ്ടുപിടിച്ച് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യും. കാരണം ഒരു 1.5 കൊല്ലമായി നമ്മളിതേപോലെ വേറെ ആളെ കൊണ്ട് പേപ്പർ ഒപ്പിച്ച് അവസാനം ആളി പൈസ എല്ലാം മുക്കി ഫേക്ക് പേപ്പേഴ്സ് എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്ര ഒരു സാഹചര്യം ഇനി മുന്നോട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ പേപ്പർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടത്തിനേക്കാളും എന്താ പറയുക, ഒരുമാതിരി ഒരു ശാപം കിട്ടിയൊരു എമൗണ്ട് പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ അങ്ങനെ റിസ്ക് ഏറ്റെടുക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. റിസ്ക് എടുക്കണം, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ റിസ്ക് എടുക്കണം.
അല്ലാണ്ട് ചുമ്മാ വഴിയെ പോകുന്ന എല്ലാ വള്ളിക്കെട്ടും നമ്മൾ പിടിച്ച് മേടിച്ച് വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇന്ന് ഒന്നാമത് നമ്മൾ ലേറ്റായിരുന്നു, അതിന് കൊടുത്ത് മൊത്തത്തിൽ ലേറ്റ് ആവുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഇവിടെ ഓടി എത്തുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്ന് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ എന്തേലും എന്താ പറയുക, ഇപ്പോഴത്തെ കാര്യങ്ങളോ സാഹചര്യങ്ങളോ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിച്ച് നമുക്ക് പറഞ്ഞു തരാനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. അതൊക്കെ നമ്മൾ അതുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് കുഴപ്പമില്ല. കാരണം അതൊക്കെ പറയാൻ നമ്മൾ പറയുന്നതിനകത്ത് വലിയ പാടുള്ള കേസല്ല. അത് പിന്നെ ഒരു സഹായം, അത് നമുക്ക് ചെയ്യുന്നതിനും കുഴപ്പമില്ല. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യങ്ങളാണ്. അല്ലാണ്ട് എന്നാ പറയുക, വള്ളിക്കെട്ട് കേസ് പിടിക്കാനൊന്നും നമ്മളില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പിന്നെ ഒരു കമ്പനി ഉണ്ടോ, അല്ലെങ്കിൽ കമ്പനിയിൽ അപ്ലൈ ചെയ്താൽ കിട്ടുന്നുണ്ടോ, എത്ര സമയം എടുക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്ക് പറഞ്ഞു തരുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത ചില കാര്യങ്ങൾ. വണ്ടി ആദ്യം പാർക്കട്ടെ, വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ ഇതാണെന്ന് പറയാനുണ്ടായേ. അത് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ പോവുകയാണ്. ഇത് എല്ലാവരും പറയും സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറയും. മൈക്കിൻ്റെ കണക്ഷൻ എന്നാ പറയുക, ചാകുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. ഇനി നേരെ പോയി പണി തുടങ്ങാം. ലേറ്റായി, സാരമില്ല. നാരങ്ങ കഴിക്കുന്നുണ്ടോ? നാരങ്ങ, ചെമ്പരത്തി ഉണ്ടോ? ചെമ്പരത്തി. ക്രിസ്മസൊക്കെ ആകാനായി. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ഇവിടെയെല്ലാം അലങ്കരിച്ച് തുടങ്ങി. അപ്പം കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് നാളെ കാണാം. ശരി, ബൈ ബൈ.